എയ്ഡൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അയർലൻഡ് എന്ന രാജ്യത്തിലാണ്. അയർലൻഡിൽ നിന്നുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇവിടെ നിന്നുള്ള വിശേഷങ്ങളും കുറച്ച് സ്ഥലങ്ങളുമൊക്കെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഞാനിപ്പോൾ താമസിക്കുന്നത് അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിൻ സിറ്റിയിലാണ്. ഡബ്ലിനിൽ നിന്നും കിൽഡെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. വളരെ മനോഹരമായ റോഡുകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവാണ് ഇവിടെയും. ഈ റോഡിൽ മാക്സിമം സ്പീഡ് 100 കിലോമീറ്റർ സ്പീഡാണ് എഴുതി വച്ചിരിക്കുന്നത്. ഡബ്ലിനിൽ നിന്നും കിൽഡെയറിലേക്ക് ഏകദേശം 59 മിനിറ്റിൻ്റെ ദൂരമുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. അത്ര മനോഹരമായിട്ടാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അയർലൻഡിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കൂടി ഉൾപ്പെടുത്തുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപാണ് അയർലൻഡ്. യൂറോപ്പിലെ 3ാമത്തെ വലിയ ദ്വീപും ലോകത്തിലെ 20ാമത്തെ വലിയ ദ്വീപുമാണ് അയർലൻഡ് എന്ന രാജ്യം. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ 5.1 ദശലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ ദ്വീപായാണ് ഈ അയർലൻഡിനെ കണക്കാക്കുന്നത്. നോർത്തേൺ അയർലൻഡ് UK ഭാഗമാണ്. എന്നാൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ 26 കൗണ്ടികളുള്ള സ്വയംഭരണ പ്രദേശമാണ്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ തലസ്ഥാനം ഡബ്ലിനാണ്. ഡബ്ലിനിൽ വളരെ മനോഹരമായ ധാരാളം കാഴ്ചകളുണ്ട്. സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രൽ, ഡബ്ലിൻ സൂ, ഫീനിക്സ് പാർക്ക്, നാഷണൽ മ്യൂസിയം, അങ്ങനെ ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അയർലൻഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഐറിഷും ഇംഗ്ലീഷുമാണ് ഉപയോഗിക്കാറുള്ളത്. യൂറോയാണ് ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി. അയർലൻഡിന് 26 കൗണ്ടികളാണുള്ളത്, അതായത് സ്റ്റേറ്റുകളാണുള്ളത്. 26 കൗണ്ടികൾ അടങ്ങുന്ന ഒരു പാർലമെൻ്ററി റിപ്പബ്ലിക്കാണ് അയർലൻഡ്. ഇവിടുത്തെ പാർലമെൻറ്റിന് 2 സഭകളുണ്ട്, ഒരു അപ്പർ ഹൗസും ലോവർ ഹൗസും. ഗവൺമെൻറ്റിൻ്റെ തലവനായ പ്രധാനമന്ത്രിയെ ലോവർ ഹൗസ് നാമനിർദ്ദേശം ചെയ്ത ശേഷം പ്രസിഡന്റ് നിയമിക്കുകയും എക്സിക്യൂട്ടീവ് അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തലവനായ പ്രസിഡന്റിന് പ്രധാനമായും ആചാരപരമായ അധികാരങ്ങളുമുണ്ട്. പ്രതിശീർഷ GDPയുടെ കാര്യത്തിൽ അയർലൻഡ് യൂറോപ്യൻ യൂണിയനിൽ 2ാം സ്ഥാനത്താണ്. 79,300 യൂറോ. ഇത് യൂറോപ്പിലെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇത് യൂറോപ്പിൻ്റെ മൊത്തം GDPയുടെ 3%. ഞാനിപ്പോൾ ഡബ്ലിനിൽ നിന്നും 1 മണിക്കൂർ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് കിൽഡെയർ എന്ന് പറഞ്ഞ വില്ലേജിലാണ്. വളരെ മനോഹരമായൊരു പ്രദേശമാണ് കിൽഡെയർ. കിൽഡെയർ കത്തീഡ്രൽ ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യൻസ് ഇവിടെ താമസിക്കുന്നുണ്ട്. കിൽഡെയറിൻ്റെ പ്രദേശങ്ങളിലൂടെ കുറച്ചധിക ദൂരം സഞ്ചരിക്കുകയുണ്ടായി. വളരെ മനോഹരമെന്ന് തന്നെ പറയാം. അത്രമേൽ പ്രകൃതി ഭംഗിയാൽ സമ്പുഷ്ടമാണ് ഈ പ്രദേശം.
വരുന്ന വഴിയിൽ ധാരാളം കമ്പനികളൊക്കെ കാണാം. ആദ്യമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചത്. ഇവിടെ നിന്നും വന്ന വഴിയിൽ ഞങ്ങൾ എഫെക്സ് ബക്ലി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രശസ്തമായ ഒരു മീറ്റ് ഷോപ്പിലേക്കാണ് പോയത്. എല്ലാ തരത്തിലുമുള്ള ഫ്രഷ് മീറ്റ് ലഭിക്കുന്ന ഒരു ഷോപ്പാണ് ഈ എഫെക്സ് ബക്ലി. അയർലൻഡിൽ ഉടനീളം ഫ്രഷ് മീറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ എഫെക്സ് ബക്ലി. എല്ലാ തരത്തിലുള്ള മീറ്റും ഇവിടെ ലഭ്യമാണ്. പോർക്ക്, ബീഫ്, എല്ലാ തരത്തിലുള്ള മീറ്റ് ഇവിടെ ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള നിർമ്മൽ റൈസ് ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടെ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് കിൽഡെയറിൽ നിന്നും ഡബ്ലിനിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിലാണ് ഞങ്ങൾ. അയർലൻഡിലെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളും മറ്റ് ദേവാലയങ്ങളുടെയൊക്കെ വീഡിയോയുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അയർലൻഡിലെ ഈ ആദ്യ വീഡിയോയിലൂടെ ഒരു ചെറിയ വിവരണമാണ് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. വന്ന വഴിയിൽ KFCയുടെ ഒരു ഷോപ്പ് കണ്ടു. അവിടെ കയറി ഫുഡൊക്കെ കഴിക്കാം. ഇനിയും അയർലൻഡിലെ നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ടു ഓൾ.